ലാറ്ററൈറ്റിൽ വീടുണ്ടാക്കുന്ന സമയത്ത് രണ്ട് കല്ലുകൾക്കിടയിലുള്ള ജോയിന്റ് വിസിബിൾ ആവാത്ത രീതിയിൽ ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന പേപ്പർ ജോയിന്റ് ലാറ്ററൈറ്റ് കൺസ്ട്രക്ഷൻ രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പേപ്പർ ജോയിന്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ കല്ലുകളിലേറെ കുറച്ചും കൂടി ഉറപ്പുള്ളതും അതുപോലെ തന്നെ അരിമണിക്കുത്ത് വിസിബിൾ ആയിട്ട് കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റേർഡ് കല്ലുകളാണ് ഉപയോഗിക്കേണ്ടത്. നോർമൽ ഒരു കൺസ്ട്രക്ഷനിൽ കറക്റ്റ് നമ്മളൊരു റെക്ടാങ്കുലർ ബ്ലോക്കാണ് നമ്മുടെ കല്ലാക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടി നമുക്കൊരു വെഡ്ജ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രപ്പീസോയിഡ് ഷേപ്പിലാണ് ആക്കേണ്ടത്. ഒരു സൈഡ് കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിലും ബാക്കി അടിയിലേക്ക് വരുമ്പോൾ ആ ചുമരിലേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സിമെൻറ്റ് പാക്കിങ് കിട്ടുന്ന രീതിയിൽ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പടവിൻ്റെ സമയത്ത് നമ്മുടെ എക്സ്പോസ്ഡ് ഫേസിൽ രണ്ട് സൈഡിലും നൂല് കെട്ടിയ ശേഷം കറക്റ്റായിട്ട് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിലാണ് വെക്കേണ്ടത്. അതിൻ്റെ സിമെൻറ്റ് മോർട്ടാർ ഫില്ലിംഗ് എല്ലാം ബാക്കിലാണ് വരുന്നത്. കോർണറിൽ വരുന്ന ഈ ഒരു ബ്ലോക്ക് കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതായിരിക്കും. അതിൻ്റെ 4 സൈഡും ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ ശേഷം വരുന്ന കട്ടകൾ വെഡ്ജ് ഷേപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ഫേസിങ്ങിൽ വരുന്ന സമയത്ത് ജോയിൻറ്റ് ഫ്രീ ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ സിമെൻറ്റ് പാക്കിംഗ് എല്ലാം വരുന്നത് ഇതുപോലെ ബാക്കിൽ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. വൺസ് ഇതിൻ്റെ ബാക്ക് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ സിമെൻറ്റ് മോർട്ടാർ കയറാനുള്ള ഗ്യാപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാഴ്ചയിൽ ഗമ്മൊട്ടിച്ച പോലെയാണെങ്കിലും ആക്ച്വൽ കൺസ്ട്രക്ഷനിൽ ശരിക്കും സിമെൻറ്റ് മോർട്ടാർ വെച്ച് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ രീതി. നിർമ്മാണ സംബന്ധമായ പുതിയ ടിപ്സും ഇൻഫർമേഷൻസും ലഭിക്കുന്നതിനായി എന്നെ ഫോളോ ചെയ്യുക. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ കൺസൾട്ടിംഗ് സേവനങ്ങൾക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ്.